ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു കുഞ്ഞ് പാർട്ടി മേക്കപ്പ് കാണിക്കട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പ് ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വലുതായിട്ട് അറിയരുത്, അങ്ങനെ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മാക്കിൻ്റെ ഫിറ്റ്സ് പ്ലസ് പ്രൈം പ്ലസ് അങ്ങനെ എന്തോ എന്ന് പറയുന്നൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. ആക്ച്വലി ഇത് നമുക്ക് പ്രൈമറായിട്ടും യൂസ് ചെയ്യാം, അത് മാത്രമല്ല നമുക്ക് ഫിറ്റിംഗ് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈയുടെ മോയ്സ്ചറൈസറാണ് ഇത്. എല്ലാ സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ ചേരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. കാരണം ഒട്ടും ഓയിലി അല്ല, എല്ലാ സ്കിന്നും ഒരുപോലെ മാച്ച് ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്. ഇത് PACയുടെ ഒരു കൺസീലറാണ്. അത് ഞാൻ ഇതുപോലെ ഐസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ. അത് മാത്രമല്ല ഞാൻ ഉറങ്ങിയിട്ടും 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നല്ല പോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ബ്ലെൻഡർ വേണം യൂസ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ PACയുടെ ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ആ കൺസീലറിൻ്റെ മേലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു വെറ്റ്നസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ഐ ഷാഡോ ഒക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ മൈ ഫേവറേറ്റ് പാലറ്റാണ് ഇത്. ഭയങ്കര വേർത്താണ് കേട്ടോ. കുറേ കളേഴ്സ് ഉണ്ട്, കുറേ ന്യൂഡ് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാലറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റഡും ആണ്. അപ്പോൾ ഞാൻ ഇതിനൊരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ലൈറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു പിങ്ക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഐ ഷാഡോ തന്നെ യൂസ് ചെയ്യാതെ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഡാർക്ക് പിങ്കും പിന്നെ ഒരു മോവ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കോർണേഴ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇടാനാണ് ഇഷ്ടം. പിന്നെ ഓരോ ഐസിനും ഓരോ ടൈപ്പും മേക്കപ്പ് ചെയ്താലേ രസം ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് ഹൂഡഡ് ഐസ് പോലത്തെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് മേക്കപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഐ മേക്കപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. സൈഡിൽ കോർണേഴ്സിലാണ് ഞാൻ എപ്പോഴും ഡാർക്ക് പ്രിഫർ ചെയ്യാറ്. എന്ന് വെച്ചാൽ എന്നാലേ നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നുള്ളൂ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഇഷ്ടം. സോ ഞാൻ ഓൾമോസ്റ്റ് മേക്കപ്പിൽ അങ്ങനത്തെ ഒരു ഇതാണ് യൂസ് ചെയ്യാറ്. സോ അങ്ങനെ സൈഡിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ട് അകത്തോട്ട് വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അകത്തോട്ട് ഇന്നർ കോർണറിലേക്ക് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ലൈറ്റ് ഇതുപോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്ക ഐഷാഡോ പാലറ്റിലും കാണും ഇതുപോലുള്ള ഷെയ്ഡ്സ് ലൈറ്റ് ആയിട്ടുള്ള. പക്ഷെ നമുക്ക് എന്തിന് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, വെറും യൂസ് ചെയ്യാതെ കിടക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതുപോലെ വിസിബിളായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റർ ഷെയ്ഡ്സ് ഒക്കെ ഐഷാഡോ പാലറ്റിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇന്നർ കോർണറിൽ മാത്രം ആ ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വിസിബിളായി കാണും. ആക്ച്വലി ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ. ഭയങ്കര ഗ്ലിറ്ററി അല്ലാത്തൊരു ഷെയ്ഡാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. PACയുടെ ഒരു ഐബ്രോ ജെല്ല് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഐബ്രോ ജെല്ല് വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യരുത്. എപ്പോഴും ഔട്ട്ലൈൻ വരയ്ക്കാൻ മാത്രമേ അത് യൂസ് ചെയ്യാവൂ. കാരണം ഫില്ല് ചെയ്യാനായിട്ട് ജെല്ല് യൂസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, കുറച്ചുകൂടെ നല്ല ഫിനിഷിങ്ങിൽ വരികയും ചെയ്യും നമ്മൾ ആദ്യം ജെല്ല് യൂസ് ചെയ്തിട്ട് പിന്നെ പൗഡർ യൂസ് ചെയ്യുമ്പോൾ. സോ എപ്പോഴും ആ ഒരു ട്രിക്ക് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പൂള് വെച്ചിട്ട് നല്ലപോലെ കോംബ് ചെയ്യണം. നമ്മൾ എപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്താലും ഏതെങ്കിലും ഒരു സ്പൂള് വെച്ചിട്ട് നല്ലപോലെ കോംബ് ചെയ്യുക. ഈവൻ നമ്മുടെ കയ്യിൽ ഐബ്രോ പെൻസിലാണെങ്കിൽ പോലും ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പൂള് ഇല്ലെങ്കിലും പഴയ മസ്കാരയുടെ ബ്രഷോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ പണ്ടത്തെ ടൂത്ത് ബ്രഷ് ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഐ ഷാഡോ ആ ഒരു ഐബ്രോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് സ്മോക്കി ഐസ് ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വെച്ച് ചെയ്യുന്നത്. പൗഡർ വെച്ചിട്ട് തന്നെ നമുക്ക് സ്മോക്കി ഐസ് ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല, നല്ലപോലെ നമുക്ക് മേക്കപ്പ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സെയിം ബ്രഷ് തന്നെ താഴെയും ഞാൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രഷ് എടുത്ത്
എടുത്ത് ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ സമയമെടുക്കും. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തീരുന്നു, പക്ഷെ ഒട്ടും പെട്ടെന്ന് തീരില്ല. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന സാധനം ഈ ഐ മേക്കപ്പാണ്. നമ്മൾ എത്രയൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുന്നത് ഐ മേക്കപ്പിന്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ബോറടിച്ച് പോകും. എനിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ പ്രൈമർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാനൊരു പ്രൈമർ ഫിക്സിങ് സ്പ്രേ ആണ് ആദ്യം യൂസ് ചെയ്തത്. അതുകൊണ്ട് പ്രൈമർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ആദ്യം ഈ ഒരു കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ വരുന്നൊരു പാലറ്റാണിത്. ഇത് രണ്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. കൺസീലറായിട്ടും യൂസ് ചെയ്യാം, ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളി ക്രീമിയാണ്, അതുപോലെ തന്നെ ഫുൾ ഹൈ കവറേജ് വരുന്നൊരു സാധനമാണ്. ക്രയോലോണിൻ്റെയാണ്. സോ അതിന് എനിക്ക് പറ്റുന്ന ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൺസീലർ പോലെയാണ് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ ഫൗണ്ടേഷൻ പോലെ ഇടുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ ഫൗണ്ടേഷനായിട്ട് ഇടാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്ത് മാത്രം നല്ല രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ബ്ലെൻഡർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ കൺസീലറിന് യൂസ് ചെയ്ത അതേ ബ്ലെൻഡർ തന്നെയാണ് ഇത്. അത് ഞാൻ കുറച്ചൊന്ന് വെറ്റാക്കിയിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കൺസീലർ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വെറ്റാക്കിയിട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. സോ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും, കാരണം ഇത് നല്ല ഹൈ കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. നല്ല തിക്കായിട്ടുള്ളതായതുകൊണ്ട് നല്ലപോലെ ടൈം എടുക്കും കേട്ടോ. സോ എപ്പോഴും ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്യുക. ഇങ്ങനെ വലിച്ച് ബ്ലെൻഡ് ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ ഒപ്പി ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ അങ്ങനെ ഞാൻ എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് ഫീലാണ് കേട്ടോ ഈ കൺസീലർ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ആയത് പേഴ്സണലി. സോ അത് കഴിഞ്ഞ് ഞാൻ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എസെൻസിൻ്റെ ഒരു മസ്കാരയാണ്. ഇത് നല്ല മസ്കാരയാണ് കേട്ടോ, കാരണം നമ്മൾ വേറെ മസ്കാരാസൊക്കെ വാട്ടർ പ്രൂഫ് ആണെങ്കിലും മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ. വാഷബിൾ ആണെങ്കിൽ അങ്ങനെ നിൽക്കാറില്ല. പക്ഷേ ഇത് വാട്ടർ പ്രൂഫാണ്, പക്ഷേ എന്നാലും നമ്മുടെ ലാഷസിനൊന്നും ഒരു പ്രശ്നമില്ലാതെ വരുന്നൊരു മസ്കാരയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് ഇന്ന് ഭയങ്കര ഓയിലി അല്ലാതെ നമുക്കൊന്ന് ഫീൽ ചെയ്യും. മേക്കപ്പ് എപ്പോഴും ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലഷ് തന്നെയാണ്. ഒരു ക്രീം ബ്ലഷ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. പൗഡർ ബ്ലഷ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഭയങ്കര നാച്ചുറലായിട്ട് സ്കിന്നായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡായി പോകും. അത് കഴിഞ്ഞ് ഞാൻ സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫേസ് ഭയങ്കര ഡ്യൂ ആയിട്ടുള്ള ലുക്കായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് PACയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പീച്ച് ഷെയ്ഡ്സൊക്കെ. അപ്പോൾ ഇത് പല ഷെയ്ഡാണ് കേട്ടോ. സ്മിർക്കുന്ന എന്തോ ആണ് തോന്നുന്നു ഈ ഷെയ്ഡിൻ്റെ നെയിം. അടിപൊളി ഷെയ്ഡാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വിങ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് തോന്നി കുറച്ചൊരു വിങ്സും കൂടി ഇട്ട് കൊടുക്കാമെന്ന്. എപ്പോഴും എന്നാലേ എനിക്ക് എൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ്. ആൻഡ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. ഇത് ഞാൻ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊരു സാധനമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയൊരു ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പംസാണ് അതിന് പെയർ ചെയ്യുന്നത്. ഏകദേശം സിമിലർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു വാച്ചാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന്. ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും നല്ല ഷൈനിങ് ആണ് കേട്ടോ. ഭയങ്കര ഒരു ശരിക്കും റിയൽ ഡയമണ്ട്സ് ഒക്കെ ഷൈൻ ചെയ്യില്ലേ, അതുപോലെയാണ്. ഈ വീഡിയോയിൽ കാണും പോലെയല്ല, നല്ലൊരു വേർത്തായിട്ടുള്ള സാധനമാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹെയർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒപ്പീനിയൻ എന്തായാലും പറയാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ലാസ്റ്റിൽ കാണാം. ബൈ.